ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. എനിക്ക് ദിവസേന വരുന്ന 2 കോളുകളിലെങ്കിലും കാണും. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, വരാൽ കുഞ്ഞുങ്ങളെ എവിടെ കിട്ടും. ഇപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് വരാലിൻ്റെ ഒരു ഫാമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് അവർ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ എന്തായാലും ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പം അപ്ഡേറ്റ് ആയിട്ട് എവിടെ നിന്ന് കിട്ടുമെന്നിങ്ങനെ അന്വേഷിച്ച് നടന്ന സമയത്താണ് വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ തമിഴ്നാട് യാത്രയിൽ തിരുപ്പൂർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫാം പരിചയപ്പെടാൻ ഇടയായത്. അപ്പോൾ ഈ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 32 പോണ്ടുകളിലായിട്ടൂടെ വരാൽ കൃഷി തന്നെ നടത്തുന്നുണ്ട്. നാടൻ വരാലാണ് കേട്ടോ, വിയറ്റ്നാം വരാലല്ല. പക്ഷേ വളരെ മാർക്കറ്റ് ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്, ഇവർ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആകുമെന്നാണ്. 8 മാസം കൊണ്ട് ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് ഗ്രോത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കണക്കാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിക്കത് സംശയമുണ്ട്. ഇനി ചിലപ്പോൾ അവർ പറയുമ്പോൾ അത് മാറുമോയെന്നും എനിക്കറിയില്ല. എനിവേ അങ്ങനെ കേട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഗ്രോത്തുള്ളൊരു സാധനമാണ് വരാലെന്നുള്ളത്. നല്ല വിലയുണ്ട്, നമുക്ക് വിൽക്കാൻ പറ്റും, നന്നായിട്ട് വളർത്താൻ പറ്റും. മത്സ്യകൃഷിയിൽ ഇറങ്ങി നല്ല പ്രോഫിറ്റബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് വരാലെന്നുള്ളത്. വരാലിൻ്റെ ഒരു മാർക്കറ്റിനെ കുറിച്ചും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും പലരും കമൻ്റ് അടിക്കുമ്പോഴൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, 400 രൂപയ്ക്കൊക്കെ ഇത് വിൽക്കാൻ പറ്റുമോ, അതിനൊപ്പം ഇതിന് അത്രയും ഡിമാൻഡ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല ഡിമാൻഡുണ്ട് വരാലിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസമേ നമ്മുടെ കോട്ടയം പോയ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി. അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഈ ഫിഷിൻ്റെ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വരാലിൻ്റെ കറി വാങ്ങി. എന്നാൽ വലിയൊരു വരാലാണ്, ഏകദേശം എനിക്ക് തോന്നുന്നൊരു 500-600 ഗ്രാമും കാണുമായിരിക്കും. അത്രയും വലിയൊരു വരാലാണ്. അപ്പോൾ ആ ബില്ല് പേ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഞെട്ടിപ്പോയത്. ഏകദേശം 700 രൂപയോളം വരാൽ കറിക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വരാലിന് നല്ല മാർക്കറ്റുണ്ട്, നല്ല ഡിമാൻഡുള്ള ഒരു മത്സ്യമാണ്. അതിനപ്പുറത്തേക്ക് നല്ലോണം ഭക്ഷിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം പ്രോഫിറ്റബിളായിട്ട് ചെയ്യാൻ കഴിയും. നമ്മളിവിടെ കുഞ്ഞുങ്ങളുടെ സൈസൊക്കെ കാണിച്ചു തരുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഇന്ത്യയിൽ എവിടെയും ഇവർ സപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഇവർക്ക് എവിടെയും എത്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ, ഏകദേശം 32 പോണ്ടുകളിലായിട്ട് ഇവർ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം കേട്ടോ. ഇവന്മാർ ഈ ചാട്ടമാണ് ഒരു രക്ഷയില്ലാത്ത, നോക്കി എടുത്ത് ചാടുവാണ്. നല്ല രസമുണ്ടല്ലേ, കറുത്ത കുളം പോലെ കാണുന്നു. മൊത്തം വരാൽ കുഞ്ഞുങ്ങളെ കിടക്കുന്നത്. ഇത് തന്നെ നല്ലൊരു എമൗണ്ടുള്ള കിടപ്പുണ്ട് ഇതിനകത്ത്. ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ പുള്ളി കയറ്റി വിടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അമ്പടാ നോക്കി, അവന്മാർ സൈലൻ്റായിട്ട് കിടന്ന്. ഞാനൊന്ന് അനങ്ങിയപ്പോൾ അവന്മാരെല്ലാവരും ബഹളം വയ്ക്കാൻ തുടങ്ങി. കുളങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ടേ, മറ്റേ വിയറ്റ്നാം വരാലിനെ കഴിഞ്ഞ് ഇവന്മാർക്ക് സർവൈവിങ് പവർ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ നാടൻ വരാലായതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് കുറഞ്ഞ ഓക്സിജനിൽ ജീവിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇവന്മാർക്ക് ഡെത്ത് റേറ്റ് കുറവാണ്. മറ്റേ വരാലിന് ഇച്ചിരി ഡെത്ത് റേറ്റ് കൂടുതലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പല പോണ്ടുകളിൽ ഞാൻ ശ്രദ്ധിച്ചപ്പം നമ്മൾ ഏർലി മോർണിംഗിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതുങ്ങളിങ്ങനെ ചത്ത് കിടക്കുന്നതാണ്. അപ്പോൾ അത് ഈ ഓക്സിജൻ്റെ അഭാവമാണ്. അതിനൊപ്പം തന്നെ അതിനങ്ങൾക്ക് അന്നേരം സർവൈവിങ് ഇച്ചിരി കുറവാണ്. പക്ഷേ ഇവൻ നന്നായിട്ട് സർവൈവ് ചെയ്യുന്നുണ്ട്. ഇവൻ ഒരൊറ്റ ഇതിനകത്ത് ചത്ത് കിടപ്പില്ല. ഈ കുളത്തിലെ വെള്ളമേ എന്താ വെച്ചാൽ അഴുക്കായതുകൊണ്ട് ഒരു മാറ്റിയിട്ട് അടുത്ത വെള്ളം നിറയ്ക്കണം. വേണ്ടോ, അവന്മാർ ജീവൻ മരണ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം പോകുന്നതനുസരിച്ച് അവന്മാർക്ക് ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അമ്മമാർ കിടന്ന് ഇങ്ങനെ പടച്ചടച്ചു വിടുന്നത്. ഇത് നല്ല സൈസുള്ള സാധനം കേട്ടോ. നമ്മളിപ്പോൾ കണ്ട പോലെ നല്ല മുഴുപ്പൻ സാധനമാണ്. നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം അത്ര വലുതൊന്നുമല്ല. അതിനെ കഴിഞ്ഞാൽ അടാറ് സാധനം ഇതിനകത്ത് കിടക്കും. കാര്യം എനിക്ക് മീൻകറിയൊക്കെ ഇഷ്ടമാണല്ലോ. ഇവന്മാരെ ഇങ്ങനെ കറി വെച്ച് കൂട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവന്മാർ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി തുടിച്ച് പോകുന്ന കാണുമ്പോൾ ഇവരെ കൊല്ലാൻ തോന്നില്ല പാവങ്ങൾ. അല്ലയോ, മുടുക്കന്മാരങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. അതൊക്കെ എന്നെ രസമല്ലേ ഇവർ. അട്ടും മമ്മ പുട്ട് പുഴുങ്ങി പുട്ടില്ലപ്പടി അട്ടും പൂടാ അട്ടും പൂടാ അട്ടും പൂടാന്ന് കേട്ടിട്ടുണ്ടോ? ആട്ടുമാമകൾ വരുന്നുണ്ട്. ആടുകളും കാവൽക്കാരനും ഒറ്റ ഫ്രെയിമിൽ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് കേട്ടോ. ഇദ്ദേഹം നല്ലൊരു ഫാർമറാണ്. മതിയഴകൻ എന്നാണ് പേര്. നമ്മുടെ എന്താ പറയുക, തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹം ഫാമിങ്ങിനൊപ്പം തന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ നിന്ന് ചുമ്മാ രസത്തിന് അദ്ദേഹം നമ്മൾ ഈ കാണുന്ന പോണ്ട് ആദ്യമായിട്ട് അദ്ദേഹം ആരംഭിക്കുന്ന ഈ ചെറിയ പോണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഒരുപാട് ആവശ്യക്കാരായി, ഒരുപാട് എൻക്വയറികൾ വന്നു, നല്ല ബിസിനസ് നടന്നു. അങ്ങനെയൊക്കെ അദ്ദേഹം വീണ്ടും ഈ ഒരു കൃഷിയിലേക്ക് സജീവമായിട്ട് ഇറങ്ങി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കാം എന്ന് വെച്ചാൽ മലയാളം അറിയാവുന്ന ഒരാളെ ഇറക്കാം, എന്നിട്ട് മലയാളത്തിലൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ തമിഴൊക്കെ കേട്ട് നിങ്ങൾ ആ വശം കെട്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴൊന്നും അവർക്കൊരു വിഷയമേ അല്ല. നമ്മുടെ പ്രേക്ഷകർക്ക് തമിഴൊക്കെ നന്നായിട്ട് മനസ്സിലാവും. சார் இன்னைக்கு நான் எல்லாமே உங்களை பற்றி எல்லாமே சொல்லியிருக்கு. ஆனால் கொஞ்சம் எப்படி இங்கே இந்த ஃபீல்டில் வந்தது?
இந்த ஃபீல்டில் வந்து பார்த்தீங்கன்னா நாங்கள் வந்து ஆக்சுவலாக ரியல் எஸ்டேட்டு பில்டர்ஸு ஓஹோ இந்த லைனில் இருக்கோம். ஆஹா ஒரு 3 வருஷத்துக்கு முன்னாடி ஒரு சிங்கிள் பாண்டு, இந்த ஒரு பாண்டு மட்டும் தான் நாங்கள் ஆஹா ஆரம்பித்தோம். அதுக்கப்புறம் தொழில் நல்லா போகும். ஆஹா. கொஞ்சம் கொஞ்சமாக எக்ஸ்டெண்ட் பண்ணிகிட்டே போய் ஆஹா. இன்றைக்கி ஒரு 32 பாண்டு பக்கம் இருக்குது. இங்கே இங்கே மட்டும்தானா இல்லை? இல்லை, இங்கேயும் இருக்குது. இப்போ வேறு பிரான்ச்சஸும் இருக்குது. ஓ அப்படியா? ஆஹா. எப்படி இருக்கு இப்போ இந்த பிஸ்னஸ்? ரொம்ப நல்லா இருக்குங்க. நல்லா இருக்கு. சரி, இது எந்த மாதிரி ஃபிஷ் நம்ம பண்ணிட்டு இருக்கு? இது வந்து பார்த்தீங்கன்னா விரால் மீன் தான் எல்லாமே. விரால் மீன் தான், நாட்டு விரால். நாட்டு விரால்? நாட்டு விரால். வியட்நாம் விரால் இல்லையா? ஏன் வியட்நாம் விரால்? இல்லை, அதில் எங்களுக்கு இன்ட்ரெஸ்ட் இல்லை. எங்களுக்கு வந்து நாட்டு விரால் தான். இது நல்லா இருக்குமோ இந்த நாட்டு விரால்? டேஸ்ட்டும் நல்லாயிருக்கும். ஃபிஷ் நல்லா மார்க்கெட்டிங் பண்ணுறது நல்லாயிருக்கும். ஓகே, இதுக்கு எவ்வளோ வருது ப்ரைஸ் வருது? கிலோ வரும் எவ்வளோ வரும்? கிலோ வந்து பார்த்தீங்கன்னா ஹோல்சேல் ரேட்டு 350 ரூபா போகுது. ஆஹா. ரீட்டைல்னு பார்த்தீங்கன்னா 600, 650 அந்த ரேஞ்ச் ரேஞ்சு போகுது. ஓஹோ. நம்ம இங்கே ப்ரீடிங் யூனிட் மட்டும்தானா இல்லை பெருசாக பெரிய மீனும் எங்களுக்கு சேல்ஸ் உண்டு. எல்லாம் இருக்கு. சீடு வந்து பார்த்தீங்கன்னா விரால் மீன் குஞ்சு வந்து பார்த்தீங்கன்னா டோட்டலாக வந்து 1 lakh வரைக்கும் கூட நாங்கள் கொடுக்குறோம். டெலிவரி உடனே கொடுக்கலாம். ஓ அப்படியே ஸ்டோக் இருக்கு. 4 inches, 5 inches, 6 inch, 50 கிராம், 100 கிராம், 200 கிராம் வரைக்கும் கொடுக்குறோம். சரி, இந்த நீங்கள் எத்தனை வருஷமாக இது பண்ணிட்டு இருக்கு? இது 3 வருஷமாக நாங்கள் பண்ணி. 3 வருஷமா? உங்களோட எக்ஸ்பீரியன்ஸ் இந்த 3 வருஷத்தில் எப்படி இருக்குது? இந்த பிஸ்னஸ் எப்படி இது வளர்த்துது அது சொல்ல முடியுமா? அதை இது ரொம்ப நல்லா இருக்குங்க. விரால் மீனை பொறுத்தளவுக்கு எப்போதுமே டிமாண்ட் உள்ளது தான். பார்த்தீங்கன்னா உங்களுக்கு இன்னைய காலகட்டத்தில் விரால் மீன் வளர்ப்பு ரொம்ப பெஸ்ட்டு தொழில். நல்ல அருமையான ஒரு தொழில். கட்லாரோகு அதை விட இது கொஞ்சம் பெஸ்ட்டாக இருக்குது எங்களுக்கு. குறைந்த இடத்துலேயே வந்து பார்த்தீங்கன்னா மார்க்கெட்டிங் பண்ணலாம். குறைந்த இடத்துலேயே வந்து அதிக குவான்டிட்டி வளர்க்கலாம் விரால் மீன். இந்த பவுண்டில் எவ்வளோ வளர்த்த முடியும்? இந்த பாண்டில் வந்து பார்த்தீங்கன்னா குறைந்தபட்சம் ஒரு 1000 மீன் வரைக்கும் வளர்க்கலாம். இதுக்குள்ளேயா? அப்போ ஆக்சிஜன் தேவையில்லை இருக்குல்ல? தேவையில்லை. இது ஏரேஷன் பண்ண வேண்டாம். தேவையில்லை. ஓ அப்படியா? இதுக்குள்ள எவ்வளோ இருக்குது சைஸ் வருது? எவ்வளோ வருது? இதில் வந்து 1 கிலோ சைஸு, 1.5 கிலோ சைஸ்லாம் இருக்குது. ஓ அப்படியா? ஆமாம். வாட்டர் வந்து ரிமூவ் ஆகிட்டு. அது எத்தனை நாளில் அப்படி வந்திருக்கு? குறைந்தபட்சம் ஒரு 8 மாதம் 9 மாதம் ஆகிடும். 8 மாதத்தில் 1 கிலோ 1 கிலோ வந்துடும். ഓ ആഹാ, അപ്പോൾ അടിപൊളിയാണല്ലോ. നമുക്ക് ഇത് എത്ര നാൾ വരെ വളർത്താം നല്ല ഒരു ഇതിന് വേണ്ടിയത്? நீங்கள் ஒரு 8 monthsலேருந்து நீங்கள் வந்து அறுவடை பண்ணலாம். ரிட்டர்ன் எடுக்க ஆரம்பிக்கலாம். நீங்களே எடுத்துரும்? ஆமாம், ரிட்டர்ன் தேவைன்னா எடுத்துக்கிறோம். ஓ அப்படியா? എவ்வளോ ക്വാണ്ടിറ്റി ഇരുന്നാലും എടുത്തുള്ളൂ? എவ்வளോ ക്വാണ്ടിറ്റി ആണ്? 10 ടൺ இருந்தாலும் എടുത്തുള്ളൂ. അതായത് നിങ്ങൾ ഒരാൾ കൃഷി നടത്തുകയാണെങ്കിൽ നിങ്ങൾ അതിനെ വളർത്തി ഒരു 8 മാസം കൊണ്ട് ഏകദേശം 1 കിലോ എത്തും. എല്ലാം ഒരേപോലെ തൂക്കം എത്തണം എന്നൊന്നുമില്ല കേട്ടോ. എങ്കിലും അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം ആ മീനുകളെ മുഴുവൻ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മാർക്കറ്റിന് വലിയ ഒരു പ്രശ്നം വരത്തില്ല എന്നും പറയുന്നുണ്ട്. வேற கொடுக்க முடியுமா? ஒன்லி ஃபீடு தாங்க போடுறோம். அப்படியா? வேறு எந்த சில பேர் மீன் அரைச்சி போடுவாங்க. இந்த கருவாடு இதெல்லாம் போடுவாங்க. நாங்கள் ஓன்லி ஃபீட். அது செலவு கம்மி பண்ணுறதாக போடுவாங்க. ஓகே. அது அந்தளவுக்கு க்ரோத் வரும்னு சொல்ல முடியாது. பெருசுக்கு இது கொடுக்க முடியுமா கேட்டேன்? பெருசு வேறு சைஸ் மாறும். இது எத்தனை மாதம் வரை கொடுக்கலாம்? இது வந்து ஒரு 4 inches, 4 inch குச்சி. அதுக்கு இந்த ഫീഡ്. അടുത്തത് 6 inch വരുമ്പോൾ വേറെ മാറും. മറുക ഈ സമയത്ത് ഭക്ഷണം ഇല്ലാത്ത இந்த ടൈമിൽ കൊടുക്കുമോ നിങ്ങൾ? இந்த ടൈമിൽ കൊടുത്തിട്ട് இருக்குമോ? மார்னிங், மதியம், ஈவினிங் 3 ടൈം കൊടുക്കും. നിങ്ങൾ വേണമെങ്കിൽ ഫീഡ് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. அது எவ்வளோ வேணாலும் எத்திச்சு தரும். இதுக்கு ஃபீடு பண்ணுறது என்ன? ஃபீடு வந்து நீட்டில் கம்பெனி தீவனம். கம்பெனி தீவனம் தான் கொடுக்குறோம். அது வந்து பார்த்தீங்கன்னா மூட்டை 2300 வரும். ஓஹோ. அது நீங்கள் சேல் பண்ணிகிட்ருக்கோம்? சேல் பண்ணிகிட்ருக்கோம். அது எந்த ஃபீடு அது? அது வந்து பார்த்தீங்கன்னா நீட்டில் கம்பெனி ஃபீடுங்க. அது நல்லா இருக்கும். குரோவல் ஃபீடு. குரோவல் ஃபீடுன்னா நீ தெரியாத ஆளே இருக்காது. சரி, அது நல்லா க்ரோத் வருமோ? அது நல்ல க்ரோத் வரும். அது கொடுத்தா தானே இந்த 8 monthsல 1 kg வரும். ஆமாம். பிஸ்னஸாக பண்ணும்போது எத்தனை மந்தில் நம்ம இது விளைவெடுத்துக்கலாம்? இது 5 months ரிட்டர்ன் எடுக்க ஆரம்பிக்கலாம். ரிட்டர்ன் அப்படி தான் ப்ராஃபிட்டாக வரும். இருக்கிறதுலே பிக் சைஸாக எடுக்கலாம். ஓஹோ. இருக்கிறதுலே பெரிய சைஸாக பார்த்து பிடிச்சி சேல் பண்ணலாம். அப்படியே நோக்கி எடுக்கலாம். மொத்தம் வந்து 8 months, 8 மாதம். ஆனால் இருக்கிறதுலே பெரிய சைஸாக 5 மாதத்துலேருந்து எடுக்க ஆரம்பிக்கலாம். அப்போ இது வளர்த்ததுக்கு எக்ஸ்பென்ஸ் எவ்வளோ வருது? நம்ம ஒரு இவ்வளோ நல்ல ஒன்று இருந்த ஒரு எண்ணத்தை வளர்த்துக்கு 1 kgக்கு வந்து ஒரு 175 rupees அவ்வளோ மட்டும்தானா? செலவாகும். மார்க்கெட் ப்ரைஸ் வந்து ஹோல்சேல் ப்ரைஸ் 350. அப்போ வந்து நமக்கு
100% ப்ராஃபிட். ப்ராஃபிட் நல்லா இருக்கும். அப்போ നിമിഷ നേരം കൊണ്ട് അത്രയും ഫീഡ് തീർന്നു. നോക്കി കാലിയൊക്കെ കളഞ്ഞത് പടപടയെന്ന് അടിച്ചു. ഒരു ബക്കറ്റ് ഫീഡ് കൊടുത്ത ആന വായിൽ അമ്പഴങ്ങ, കുതിര വായിൽ കുമ്പളങ്ങ എന്ന് പറഞ്ഞ പോലെ എത്തി. നോക്കി ആ വൃത്തം ചെറുതായി വരുന്നുണ്ടോ? അതിനിടയിൽ അവന്മാർ സന്തോഷിക്കുന്നതാണ്. വാലിട്ടടിച്ചേ ടക്ക് ടക്ക് ടക്കെന്ന് പറഞ്ഞിട്ട് കണ്ടോ പടപടേന്ന് കഴിച്ചു. ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നൊക്കെ തീർന്നു. ഇപ്പോൾ എല്ലാ അണ്ണന്മാരുടെ അങ്ങോട്ട് കൂടി. അവിടെയാണ് ഇപ്പോൾ അത് യുദ്ധം നടക്കുന്നത്. മത്സരം. ഫൈറ്റ്. വാ എൻ്റെ കൈ കളിക്കുന്ന പട്ടം തീർക്ക്. അത് ചെറിയൊരു ഗോളമായി ആണ്ട കിടക്കുന്നു. ദേണ്ട തീർന്നു. ആണ്ട കിടക്കുന്നു. തീർന്നു. ഇല്ല, തീർന്നില്ല. മുടിഞ്ചിരിച്ച് കണ്ടോ? മൊത്തം അടിച്ചവന്മാർ. இடத்துலாம் எதுவும் வந்து அதிக அளவு ஆகாது. குறைந்தபட்சம் வந்து பார்த்தீங்கன்னா உங்களுக்கு எங்களுக்கு ஒரு 2-3% இந்த ரேஞ்ச் போகும். அவ்வளோ? ஆமாம். இது வியட்நாம் வராவில் விட சூப்பராக இருக்கும் இது. ஆமாம், இது நாட்டு விரால். வியட்நாம் வரால் கொஞ்சம் அதிகமாக தூக்கம் வைக்கணும்னு எல்லாரும் சொல்லுவேன் இந்த டைமில். இதான் நல்லா இருக்கும் உங்களோட எக்ஸ்பீரியன்ஸில்? இது நாட்டு விரால் பெஸ்ட்டு எங்களுக்கு. சூப்பர். மார்க்கெட்டிங்கும் ஓகே, வளர்க்குறதுக்கும் எல்லாத்துக்கும் பெஸ்ட்டு நாட்டு விரால். இங்கே நிறையா ஆளுகள் வருமா இது வாங்குறது? எங்களுக்கு மார்க்கெட் இங்கே லோக்கல்லே போயிடும். டெய்லி வந்து இங்கேயே வாங்கிட்டு போயிடுவாங்க. இப்போ தமிழ்நாடு முழுவதும் நாங்கள் வந்து பார்த்திங்கன்னா தமிழ்நாடு, கேரளா, கர்நாடகா, ஆந்திரா 4 ஸ்டேட்டுக்கு நாங்கள் வந்து டெலிவரி கொடுக்குறோம். இங்கேருந்து 4 ஸ்டேட்டுக்கு போகுது. மீன் குஞ்சு வந்து பார்த்திங்கன்னா 4 இன்ச்சு சைஸு, 5 இன்ச்சு, 6 இன்ச்சு. அது ப்ரைஸ் எவ்வளோ சார் வருது? 4 இன்ச்சு பார்த்திங்கன்னா 10 ருபீஸு. 10 ருபீஸ். 5 இன்ச்சு வந்து பார்த்திங்கன்னா 13 ருபீஸு. 6 இன்ச்சு வந்து 18 ருபீஸ். அப்புறம் வந்து 50 கிராம் வந்து பார்த்திங்கன்னா 40 ருபீஸ். 100 கிராம் வந்து பார்த்தீங்கன்னா 80 ருபீஸ் வரும். நீங்கள் எப்படி கேரளாவில் இல்லை சப்ளை பண்ணுறது? கேரளாவில் நாங்கள் பார்சல் கொடுத்துருவோம். பார்சல் வந்து பார்சல் சர்வீஸ் மூலம் அனுப்பிச்சிட்டோம். டோர் டெலிவரி எங்கள் ஓன் வெஹிக்கிள் இருக்குது, அதெல்லாம் டெலிவரி கொடுத்துருவோம். மேக்ஸிமம் வந்து 500 குஞ்சுக்கு மேலே டெலிவரி கொடுப்போம். மீன் குஞ்சு அப்போ டெலிவரி சார்ஜ் சேர்த்து தானே எக்ஸ்ட்ரா வரும். டெலிவரி சார்ஜ் எக்ஸ்ட்ரா. வரால் மட்டும் தானே இருக்கும், அது இன்னும் வேறு ஃபிஷ் இருக்குமோ? இல்லை, இங்கே வந்து விரால் மீன் தான். நாங்கள் பண்ணிட்டு விரால் மீன் மட்டும்தான். விரால் மீன் மட்டும் பார்த்தீங்கன்னா எங்கள்கிட்ட ஒரு 50 டன் வரைக்கும் ஸ்டாக்கே இருக்குது. 50 டன் ஸ்டாக் இருக்குது. ரெட்டி ஸ்டாக்கு. அது எப்போவும் இருக்குமா? எப்போதுமே ஸ்டாக் இருக்கும். நீங்கள் எப்படி இந்த சீடு கலெக்ட் பண்ணிட்டு? சீடு வந்து நாங்கள் நேச்சுரல் ஃபீடு வந்து சீடு ரெடி பண்ணுறோம். தாய் மீன்களை வச்சு குஞ்சு பொறிக்க வைக்கிறோம். அது இல்லாமல் நாங்கள் உங்களுக்கு எவ்வளோ மதர் பிரீடு இருக்குது? மதர் பிரீடும் இருக்குது. வெளியிலையும் வாங்குகிறோம். ஓகே. எங்கள் பற்றாக்குறைக்கு வெளியிலையும் வாங்குகிறோம். நான் ஹோல்சேலாக கொஞ்சம் பர்ச்சேஸ் பண்ணி கொண்டு வந்து இங்கே எங்கள் இடத்துல வந்து அதை ஃபில்ட்ரு பண்ணுறோம். மார்ட்டாலிட்டி போக எல்லாம் ஃபில்ட்ரு பண்ணி நாங்கள் தரம் பிரித்து அனுப்புகிறோம். തരமான കുഞ്ഞു மட்டும் வெளில அனுப்புவோம். ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മൾ മനോഹരമായ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നല്ല കാഴ്ചകളൊക്കെ പങ്കുവെച്ച് നല്ല വരാൽ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി, വലിയ വരാലുകളെ പരിചയപ്പെടുത്തി, അങ്ങനെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ നേരെ തിരുപ്പൂരിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വരാൽ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിലോ വലിയ വരാലുകളെ ആവശ്യമുണ്ടെങ്കിലോ ഒക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നല്ല ശുദ്ധമായ വരാലിനെ വാങ്ങാം, അതിനൊപ്പം ശുദ്ധമായ വരാൽ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്താം. ഇനി നിങ്ങളുടെ കയ്യിൽ വരാൽ ഉണ്ട്, നാടൻ വരാലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തിയതിന് ശേഷം അതിനെ വിൽക്കണമെന്നുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാം. അങ്ങനെ നിങ്ങളുടെ മുൻപിലേക്ക് നല്ലൊരു എപ്പിസോഡാണ് കൊണ്ടുവരാൻ കഴിഞ്ഞതെന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ വിടവാങ്ങുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഷോപ്പുകളൊക്കെ വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിടവാങ്ങുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.